നമസ്കാരം. ഗുരുവായൂരപ്പന്റെ നിർമാല്യ ദർശനം ഇല്ലാത്ത ഒരു ദിവസം, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആറാട്ട് ദിവസമാണ് വർഷത്തിൽ ഗുരുവായൂരപ്പന് നിർമ്മാല്യ ദർശനം ഇല്ലാത്ത ദിവസം. അതെന്തുകൊണ്ടാണെന്നാൽ ആറാട്ടിന്റെ തലേ ദിവസം ഗുരുവായൂരപ്പൻ പള്ളിവേട്ട കഴിഞ്ഞാണ് ഉറങ്ങാറുള്ളത്. ഈ പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായി ഉറങ്ങുന്ന ഗുരുവായൂരപ്പന്റെ ഉറക്കത്തില് യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടി നാഴികമണി പോലും മൂടി വെക്കാറുണ്ട്. പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് നിർമ്മാല്യത്തിന് നട തുറക്കുന്നതിന് പകരമായിട്ട് 5 മണിക്ക് ശേഷം മാത്രമേ നട തുറക്കുള്ളൂ. അത് മാത്രമല്ല, അന്നത്തെ ദിവസം പള്ളിവേട്ടയുടെ ദിവസം ഗുരുവായൂരപ്പന് ശയാഗ്രഹത്തിൽ ഉറങ്ങുക, അതായത് സാധാരണ ശ്രീലകത്ത് തൃപ്പുകയ്ക്ക് ശേഷമാണ് ഭഗവാന്റെ ഉറക്കം. എന്നാൽ അന്നത്തെ ദിവസം ശ്രീ ഗുരുവായൂരപ്പന്റെ ആ പുൻതിടമ്പ് മണ്ഡപത്തിലാണ് എഴുന്നള്ളിച്ച് വെക്കുക. അതായത് ഉറങ്ങുക എന്നുള്ള സങ്കല്പത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വെള്ളിക്കട്ടിലിൽ മുള വിരിച്ച് അതിലാണ് ഭഗവാന്റെ ശയ്യാഗ്രഹം തയ്യാറാക്കുന്നത്. ഈ ശയ്യാഗ്രഹത്തിലാണ് അന്നത്തെ ദിവസം ഭഗവാൻ ഉറങ്ങുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നേരത്തെ നിർമാല്യത്തിന് പകരമായിട്ട് 5 മണിക്ക് ശേഷം ക്ഷേത്രത്തിൽ വരുന്ന പശുവിനെയും പശുക്കിടാവിനെയും കണി കണ്ടു വേണം ഭഗവാൻ ഉണരാൻ എന്നുള്ളത് കൊണ്ട് പശുവും പശുക്കിടാവും അവയുടെ ശബ്ദങ്ങളും കേട്ടതിന് ശേഷം മാത്രമാണ് ഭഗവാന്റെ ആ പള്ളി ഉണർത്തൽ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം നമുക്ക് ഭക്തജനങ്ങൾക്ക് നിർമ്മാല്യ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെ അനേകം പ്രത്യേകതകളുണ്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ഓരോ ചടങ്ങുകൾക്കും. ഓരോന്നോരോന്നായിട്ട് ഞാൻ കൊണ്ടുവരാട്ടോ.